നമസ്കാരം. നമ്മൾ ഇപ്പോൾ രേഷ്മയായിട്ടാണ് അടുത്തിരിക്കുന്നത്. രേഷ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രേഷ്മയെ മിക്കവാറും യുഎഇക്കാർക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം. അതല്ലേ ശരി രേഷ്മ? അതെ, എല്ലാവർക്കും നമസ്കാരം. രേഷ്മയെ ശരിക്കും ആദ്യമായിട്ട് എപ്പോഴാണ് യുഎഇയിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ കൊറോണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ, അതിന് ഏകദേശം കുറച്ച് മുന്നേ ഒരു സ്റ്റേജൊക്കെ ആക്ച്വലി ആ സമയത്താണ് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് റസൽ കൈമയിൽ വരുന്നത്. അതിനുശേഷം ആ കൊറോണയുടെയൊക്കെ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് കുറച്ചുകൂടി കൂടുതൽ ഷോസൊക്കെ വരാൻ തുടങ്ങിയത്. ആ ഒരു സമയത്താണ് ഈ ആങ്കർ ചെയ്യുന്നതാണോ ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, അത് പാട്ട് പാടുന്നതാണോ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ ആദ്യം വളർന്നു വന്ന സംഗീതത്തിലൂടെയാണ്. പിന്നെ ആങ്കറിങ്ങിൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ പാടുമ്പോൾ തന്നെ ആക്ച്വലി ആൾക്കാരായിട്ട് പീപ്പിൾസായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. നമ്മൾ സംസാരിക്കും, ഒരു പാടുന്ന മുന്നേ സംസാരിക്കും, അതിന് ശേഷം സംസാരിക്കും, ഇൻ ബിറ്റ്വീൻ സംസാരിക്കും. അങ്ങനെ ആക്ച്വലി എനിക്ക് രണ്ടും ഒരേപോലെ താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും എന്താണ് ആൾക്കാരെല്ലാം ഭയത്തോടെ കണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മുടെ റംദാൻ പീരീഡിൽ നടന്നു പോയത്. അപ്പം യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭീകരത ഉണ്ടെന്ന് പലരും പറയുമ്പോഴും നമുക്കതൊന്നും ഇല്ലാതെ രേഷ്മ സ്റ്റേജിൽ നിന്ന് ആങ്കർ ചെയ്യുന്നു, പാട്ട് പാടുന്നു. വളരെ മനോഹരമായ ഒരു സമയമായിരുന്നു. അതെ അതെ, അത് അന്നും ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അജ്മാൻ പോലീസ് ക്ലബിന്റെ അവരുടെ ഒരു നമുക്കൊരു ഇവന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ ചോദിച്ച പോലെ അപ്രീസിയേഷനും കിട്ടിയല്ലോ. അതെ, അന്ന് വുമൻസ് എക്സലൻസ് അവാർഡ് 2026 ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ഇപ്പോൾ സാറ് ചോദിച്ച പോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ കുറച്ച് പേര് ചോദിച്ചിരുന്നു, എല്ലാവർക്കും ലൈക്ക് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്ത സമയത്തും രേഷ്മയ്ക്ക് ഒരുപാട് ഈവൻറ്റ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണത്, യുഎഇ തരുന്ന ഒരു സപ്പോർട്ട് കൂടി. ഓക്കെ. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് ശരിക്കും പാട്ട് പാടാനായിരുന്നല്ലോ ഇവിടെ? അതെ. അത് എവിടെയായിരുന്നു? നമ്മുടെ റാസൽ കൈമയിൽ ഇന്ത്യൻ അസോസിയേഷനിൽ ഒരു വേദിയിലായിരുന്നു ഫസ്റ്റായിട്ട്. അതിന് മുന്നേ ആക്ച്വലി ഒരു സമന്വയം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു കച്ചേരിയിലാണ് എൻ്റെ തുടക്കം. ഇന്ത്യൻ സ്പൈസ് വില്ലേജ് റാസൽ കൈമയിൽ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് തുടങ്ങിയിട്ടാണ് നമ്മൾ കുറച്ച് പേരെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു തുടക്കം. പിന്നെ ശരിക്കും നമ്മളൊരു സിനിമാറ്റിക് അല്ലെങ്കിൽ നമ്മളൊരു ഗാനമേള എന്നുള്ള വേദിയിൽ കയറുന്നത് ആദ്യമായിട്ടും നമ്മുടെ റാസൽ കൈമ ഇന്ത്യൻ അസോസിയേഷൻ നടന്ന ഒരു ഇവന്റിലാണ്. നാട്ടിലെവിടെയാണ് ശരിക്കും? പാലക്കാട് കൽപ്പാത്തി, നമ്മുടെ അഗ്രഹാരങ്ങളുടെ നാട് കൽപ്പാത്തി. ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? എൻ്റെ ജനിച്ച ഓർമ്മകൾ നമ്മൾ ആലോചിക്കില്ല, നമ്മുടെ പഴയ ചെറുപ്പം മുതലുള്ള കാലങ്ങൾ ആലോചിക്കുമ്പോൾ ശരിക്കും കൽപ്പാത്തി തേരും, സൈക്കിൾ ഓട്ടിച്ച് പോണതും, അങ്ങനെയുള്ളൊരു നമ്മൾ രാവിലെ എണീച്ചിട്ട് മുറ്റത്ത് കോലിടുന്നതും, അതൊക്കെ തന്നെയാണ് എൻ്റെ ഓർമ്മകളിലുള്ള ഒരു ദിവസങ്ങളിൽ. നമ്മൾ വലിയ കുട്ടികളോട് കളിക്കുന്ന അഗ്രഹാരമല്ലേ, വൈകിട്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവിടുത്തെ എല്ലാ കുട്ടികളും കളിച്ച്, പിന്നെ നമ്മുടെ തേര് വരുമ്പോഴുള്ള ഓർമ്മകൾ, നമ്മൾ കൃഷ്ണനെയൊക്കെ മുന്നിലൂടെ നമ്മൾ തേരിൽ വലിച്ചു കൊണ്ടുപോലും, അപ്പോൾ നമ്മൾ പൂജിക്കുന്നതും മാല കെട്ടുന്നതും, ഇതൊക്കെയാണ് എൻ്റെ ആ ഒരു ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മ. ശരിക്കും ഏത് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്? ഞാൻ ഫസ്റ്റ് പഠിച്ച അമൃത വിദ്യാലയത്തിലായിരുന്നു ചെറുപ്പം മുതൽ പഠിച്ചത്. അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം +1 +2 GHS ബിഗ് ബസാർ. പിന്നെ ഡിഗ്രി PG എല്ലാം ചെയ്തത് ഗവൺമെൻറ് ചിറ്റൂർ കോളേജിലാണ്. ഡിഗ്രി ഇൻ മ്യൂസിക് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മ്യൂസിക്. ശരി. അപ്പോൾ ഈ മ്യൂസിക്കിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ചെറിയ 2 ലൈൻ പാടിയാലോ? കുഴപ്പമില്ല, ഏതായാലും ഓക്കെ. അപ്പോൾ നമുക്കൊരു മലയാളത്തിലൊരു ഏകദേശം ഏകതരം വരും പോലെ. സൂപ്പർ.
അല്ല, രേഷ്മയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ പലപ്പോഴും സ്റ്റേജ് പെർഫോമൻസിൽ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് പാടുന്നത്. Thank you. അതുപോലെ തന്നെ രേഷ്മ പലപ്പോഴും എന്താണ് മാപ്പിളപ്പാട്ടും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ അറബിക് പാട്ടും ചെയ്യുന്നുണ്ട്. അറബി പാട്ട് അത്യാവശ്യം കുറച്ച് അതെങ്ങനെയാണ് അങ്ങനെ അതിലോട്ട് ടേൺ ആയത്? അത് നമ്മളിങ്ങനെ എനിക്ക് പൊതുവേ ഞാൻ ചെറുപ്പം മുതൽ തന്നെ നാടൻ പാട്ടുകൾ പാടുമായിരുന്നു, മാപ്പിളപ്പാട്ട്, അങ്ങനെ എല്ലാ ജനറയും പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ യു എയിലല്ലേ, അപ്പോൾ ഒരു പാട്ടെങ്കിലും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ നമ്മൾ MOയുടെ പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം ഈവൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ മറ്റു ഭാഷകൾ പാടുന്നതിൻ്റെ കൂടെ ഒരു 2 വരി നമ്മൾ അറബിയും പാടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ് പഠിച്ചത്. ഏത് വർഷമാണ് ഗൾഫിലേക്ക് വരുന്നത്? 2019 ആദ്യമായിട്ട് ഞാൻ എൻ്റെ PG കഴിഞ്ഞ് മോൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഒരു 5 months ആയപ്പോൾ നേരിട്ട് ജോലിക്കാണ് വരുന്നത്. ഇൻ്റർവ്യൂവിന് വന്നു വിസിറ്റിംഗ് വിസയിൽ. അത് കഴിഞ്ഞ് നേരിട്ട് ജോലിക്ക് കയറാൻ നമ്മുടെ സ്കോളേഴ്സ് ഇന്ത്യൻ സ്കൂളിലാണ് ഫസ്റ്റായിട്ട് 2019 ഏപ്രിൽ അക്കാഡമിക് ഇയറിൽ ആദ്യമായിട്ട് ജോലി മ്യൂസിക് ടീച്ചറായിട്ട് അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഒരു 3 years അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നീടാണ് നല്ല വേറെ നമുക്കൊരു MOയുടെ അണ്ടറിലുള്ള സ്കൂളിൽ മിനിസ്ട്രി സ്കൂളിൽ അതിൻ്റെ അണ്ടറിലായിട്ടാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കയറി 2022 ഒക്ടോബർ 25. ശരി, അത് ഒരു വലിയൊരു സന്തോഷം. നമ്മൾ പ്രതീക്ഷിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ അവിടെ ബാക്കി നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഒരു അറബിക് സോങ്ങിൻ്റെ ഒരു ചെറിയ ഏകദേശം തെറ്റുകൾ അറിയില്ല, ബട്ട് ഡെഫിനറ്റ്ലി. حبيبي يا نور العين يا ساكن خيالي عايشك بك على السنين بلا غيرك تبالي حبيبي يا نور العين يا ساكن خيالي عايشك بك على السنين بلا غيرك تبالي حبيبي 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 يا نور العين حبيبي 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 يا نور العين يا ساكن خيالي. അടിപൊളി. താങ്ക് യു. അപ്പം ശരിക്കും പറഞ്ഞാൽ രേഷ്മയ്ക്ക് അറബി ആരാധകരുണ്ടാവുമല്ലോ? അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് ഒരുപാട് പേര് നമ്മൾ ലോക്കൽസ് ആയിട്ടുള്ള അവർ പാടിപ്പിക്കും. ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ കോഴിക്കോട് പോകുമ്പോൾ ഇത് പറയുമോ അതറിയോ ചോദിക്കും. പിന്നെ അവരും അതുപോലെ ഹിന്ദി ഗാനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഹിന്ദിയും അറബിക്കായിട്ട് നമ്മളിങ്ങനെ ലൈക്ക് മീറ്റപ്പ് ടൈമിൽ ഒക്കെ പാടാറുണ്ട്. അത് ശരി. പിന്നെ ഈ നാടൻ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഒരു നാടൻ പാട്ട് പാടാമോ? ഉറപ്പാണ്. അപ്പ നമ്മടെ കുമ്പളത്തൈ അമ്മേ നമ്മടെ ചിരകത്തൈ കുമ്പളം പൂത്തതും കായ പറിച്ചതും കരിക്കരിഞ്ഞതും നെയ്യിൽ പോരിച്ചതും നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞേലി നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ. താങ്ക് യു. അടിപൊളി അടിപൊളി. അപ്പം ഏത് പറഞ്ഞാലും ഇപ്പം നമുക്ക് നാടൻ പാട്ടാണെങ്കിൽ നാടൻ, ഹിന്ദിയാണെങ്കിൽ ഹിന്ദി, തമിഴാണെങ്കിൽ തമിഴ്, അങ്ങനെ ഒരു ഇതിലാണ് യഥാർത്ഥ രേഷ്മ ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? അത്യാവശ്യം നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ നമ്മള് മറ്റ് ലാംഗ്വേജുകളൊക്കെ പാസ്തോ അതുപോലെ അറിയൂല്ലേ? പാസ്തോ അത്യാവശ്യം ആക്ച്വലി അത് ഒരു സിനിമയിലുള്ള ഒരു പാട്ടാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാട്ടൊന്നല്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് ഏകദേശം അറിയാം പാട്ട്. يا زمايارا زمدل دارا يا زمايارا زمدل دارا पमीना मीना रात सर के सलाम भया हर तेरा भया पग तेरा भया पग तेरा भया पग तेरा. സൂപ്പർ. ശരിക്കും രേഷ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ സംസാരിക്കാനുണ്ട്. അപ്പം ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും വരാം. ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു.